Hello everyone and welcome back. This is going to be the second part of our literary movements. അതിനകത്ത് കുറച്ച് മൂവ്മെൻറ്റ്സ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലാസിസം, ന്യൂ ക്ലാസിസം, റൊമാൻറ്റിസിസം അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഒരു പാർട്ടിലൊരു 2-3 മൂവ്മെൻറ്റ്സും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. വി വിൽ ബി സ്റ്റാർട്ടിങ് വിത്ത് റിയലിസം. ഓക്കെ, ഹോപ്പ് യു ആർ റെഡി. റിയലിസം ലിറ്ററേച്ചറിലേക്ക് വരുന്ന സമയത്ത് നമുക്കിതിനെ 2 രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. എംഎച്ച് അബ്രാംസ് അദ്ദേഹത്തിൻ്റെ ബുക്കിനകത്ത് എംഎച്ച് അബ്രാംസിൻ്റെ ഗ്ലോസറി ഓഫ് ലിറ്റററി ടേംസ് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിനകത്ത് അത് 2 രീതിയിൽ പറയുന്നുണ്ട്. ഒന്ന് ഒരു മൂവ്മെൻ്റ് ആയിട്ട് പറയുന്നുണ്ട്, റിയലിസം ആസ് എ മൂവ്മെൻറ്റ്. അത് ഇൻ ദി 1800s 19th സെഞ്ച്വറിയിൽ വരുന്നൊരു മൂവ്മെൻ്റാണ്. അവിടെ റൈറ്റേഴ്സ് റോട്ട് റിയലിസ്റ്റിക് സ്റ്റോറീസ് അബൌട്ട് ഹൗ പീപ്പിൾ ലിവ്ഡ്, വർക്ക്ഡ് ആൻഡ് ബിഹേവ്ഡ് ഇൻ സൊസൈറ്റി. സോ ഇറ്റ്സ് എ മൂവ്മെൻറ്റ്. ഒരു ഡെഫിനീഷൻ അതാണ് റിയലിസത്തെക്കുറിച്ച് പറയുന്ന സമയത്ത്. ഇറ്റ്സ് എ മൂവ്മെൻറ്റ് ഇൻ ദ 18th century വെൻ റൈറ്റേഴ്സ് റോട്ട് റിയലിസ്റ്റിക് സ്റ്റോറീസ് അബൌട്ട് ഹൗ പീപ്പിൾ ലിവ്ഡ്, വർക്ക്ഡ് ആൻഡ് ബിഹേവ്ഡ് ഇൻ സൊസൈറ്റി. എങ്ങനെയാണ് ആളുകൾ സമൂഹത്തിൽ ജീവിച്ചത്, എങ്ങനെയാണ് അവിടെ സമൂഹത്തിൽ ജോലി ചെയ്തത്, എങ്ങനെയാണ് സമൂഹത്തിൽ ബിഹേവ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ചുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറീസ് വന്ന, അല്ലെങ്കിൽ അത്തരം സ്റ്റോറീസ് എഴുതിയ എഴുത്തുകാരുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം. ദാറ്റ് ഈസ് വാട്ട് റിയലിസം ആസ് എ മൂവ്മെൻറ്റ്. ഓക്കെ, 19ാം നൂറ്റാണ്ടിലാണ് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ആ മൂവ്മെൻറ്റ് വന്ന സമയത്താണ് എഴുത്തുകാർ റിയലിസ്റ്റിക് സ്റ്റോറീസ് എഴുതിയത്. ആളുകൾ എങ്ങനെ ജീവിച്ചു, എങ്ങനെ ജോലി ചെയ്തു, എങ്ങനെ ബിഹേവ് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച്. ഓക്കെ, അവിടെ ദർ വർ റൈറ്റേഴ്സ് ലൈക്ക് ബാൽസാക്ക് ഇൻ ഫ്രാൻസ് ആൻഡ് ജോർജ് എലിയറ്റ് ഇൻ ഇംഗ്ലണ്ട് ആൻഡ് വില്യം ഡീൻ ഹോവെൽസ് ഇൻ അമേരിക്ക. ഇതാണ് ഒന്ന്. മറ്റൊരു ഡെഫിനിഷൻ ഓഫ് റിയലിസം ഇൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്, ഇറ്റ് ക്യാൻ ബി എ സ്റ്റൈൽ. റിയലിസം ഈസ് എ സ്റ്റൈൽ, ഒരു കൈൻഡ് ഓഫ് എഴുത്ത് രീതിയാണ്. ദാറ്റ് ഷോസ് അപ്പ് അഗെയിൻ ആൻഡ് അഗെയിൻ. നമ്മൾ ഹിസ്റ്ററി നോക്കുമ്പോൾ പല ഘട്ടങ്ങളിൽ അത് വീണ്ടും വീണ്ടും വരുന്നതായിട്ട് കാണാൻ പറ്റും. മെനി റൈറ്റേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് ടൈംസ് ആൻഡ് പ്ലേസസ് ട്രൈ ടു ഷോ റിയൽ ലൈഫ് ഇൻ ദെയർ സ്റ്റോറീസ്. അപ്പോൾ ഡിഫറെൻറ്റ് പീരീഡിൽ, ഡിഫറെൻറ്റ് കാലഘട്ടത്തിൽ ഒരുപാട് എഴുത്തുകാർ റിയൽ ലൈഫ് അവരുടെ കഥകളിലൂടെ പോർട്രേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം റിയലിസ്റ്റിക് ആയിട്ടുള്ള പോർട്രേയിൽ അത് ഏത് കാലഘട്ടത്തിൽ വന്നു കഴിഞ്ഞാലും അത് ഒരു റിയലിസത്തിൻ്റെ എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ പറയുന്ന സമയത്തോ റിയലിസം ഒരു മൂവ്മെൻ്റ് ആയിട്ടും നമുക്ക് പറയാൻ പറ്റും. 19ാം നൂറ്റാണ്ടിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിട്ട് ഇതിനെ പറയാം. ആ മൂവ്മെൻറ്റിൽ പ്രധാനപ്പെട്ട എഴുത്തുകാർ ബാൽസാക്ക്, ജോർജ് എലിയറ്റ്, വില്യം ഡീൻ ഹോവെൽസ് ഒക്കെ ആയിരുന്നു. ദേ ട്രൈ ടു റൈറ്റ് റിയലിസ്റ്റിക് സ്റ്റോറീസ് അബൌട്ട് ഹൗ പീപ്പിൾ ലിവ്ഡ്, വർക്ക്ഡ് ആൻഡ് ബിഹേവ്ഡ് ഇൻ സൊസൈറ്റി. അങ്ങനെ പറയാം കേട്ടോ. ദെൻ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് slide. What realist writers tried to do. എന്താണ് ഇവർ ആക്ച്വലി ചെയ്തത്? These writers wanted to tell the truth about life. ഓക്കെ, സിമ്പിളാണ്. ലൈഫിലുള്ള ട്രൂത്ത് പറയാം, ലൈഫ് ട്രൂ ആയിട്ട് ഡെപ്പിക്റ്റ് ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് ദേ ട്രൈഡ് ടു ഡു. ദേ ഡിഡിൻറ്റ് മേക്ക് തിങ്സ് ടു ഡ്രീമി ഓർ മാജിക്കൽ. അവർ ഭയങ്കരം സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എലമെൻറ്റ്സൊക്കെ സ്റ്റോറിയിൽ ഉൾപ്പെടുത്തി ഭയങ്കരം മാജിക്കലാക്കി ആ രീതിയിലേക്കൊന്നും അവർ എഴുതില്ല. കാരണം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റോറീസ് ആയിരിക്കും. ഓക്കെ, അതിനകത്ത് ചിലപ്പോൾ ഗോസ്റ്റോ അങ്ങനെയുള്ള മറ്റേതെങ്കിലും എന്താ പറയുക സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ക്രീച്ചേഴ്സോ ഒന്നും ഇതിനകത്ത് വരില്ല. ദേ ഷോവ്ഡ് പീപ്പിൾ, പ്ലേസസ് ആൻഡ് പ്രോബ്ലംസ് ഇൻ എ റിയൽ ആൻഡ് ഹോണസ്റ്റ് വേ. ഓക്കെ, വളരെ ഹോണസ്റ്റ് ആയിട്ടായിരിക്കും അവർ ഇതിനകത്ത് എല്ലാം ചിത്രീകരിക്കുന്നത്, എല്ലാം പോർട്രേ ചെയ്യുന്നത്. ആളുകളെ ആണെങ്കിലും പ്രോബ്ലംസ് ആയിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലേസ് ആണെങ്കിൽ എല്ലാം റിയലിസ്റ്റിക് ആയിട്ടായിരിക്കും. ബട്ട് ദേ ഡിഡിൻറ്റ് ജസ്റ്റ് റൈറ്റ് അബൌട്ട് എനിത്തിങ്. ദേ ചോസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആൻഡ് മെയ്ഡ് ദം ഫീൽ റിയൽ. ബട്ട് എല്ലാറ്റിനെ കുറിച്ചിട്ടും റിയലിസ്റ്റിക് ആയിട്ടുള്ള എഴുത്തുകാർ എഴുതിക്കൊള്ളണമെന്നില്ല. ദേ വിൽ ചൂസ് ദെയർ ടോപ്പിക്സ് ആൻഡ് ഓൺലി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആൻഡ് ദേ വിൽ മേക്ക് ഇറ്റ് ഫീൽ റിയൽ. ദാറ്റ്സ് വാട്ട് ദേ യൂഷ്വലി ഡിഡ്. And how does realism work? Okay, some experts like formalists and structuralists said that it's not just what you write that makes it realistic, but how you write it. Writers use special techniques
to make stories feel real. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെഴുതുന്നു എന്നുള്ളതല്ല ആക്ച്വലി നമ്മുടെ എഴുത്തുകളെ റിയലിസ്റ്റിക് ആക്കുന്നത്, നമ്മൾ എങ്ങനെ എഴുതുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഈവൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് എടുത്തിട്ട്, നമ്മുടെ ചുറ്റുപാടൊക്കെ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി അൺറിയലിസ്റ്റിക് ആയിട്ട് വേണമെങ്കിൽ എഴുതാൻ പറ്റും. അപ്പം നമ്മൾ ടോപ്പിക്കല്ല ഒരു പക്ഷേ നമ്മുടെ എഴുത്ത് റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതുന്നു എന്നുള്ള. എന്നാൽ മറിച്ച് വേണമെങ്കിൽ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടൊരു സംഭവം എടുത്തിട്ട് വേണമെങ്കിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടും പോർട്രേ ചെയ്യാൻ പറ്റും. അപ്പം സോ what makes our writing realistic is obviously how we write it, okay, not what you write it. Okay, the techniques that we use in our writing, that's what make our writing realistic. പിന്നെ വേണമെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയലിസം ഉണ്ടെന്ന് പറയാൻ പറ്റും. സോഷ്യൽ റിയലിസം, ദാറ്റ്സ് വൺ കാറ്റഗറി, ആൻഡ് ഇറ്റ് ഷോസ് റിയൽ പ്രോബ്ലംസ് ഇൻ സൊസൈറ്റിയിലകത്ത് വരുന്ന റിയൽ പ്രോബ്ലംസ് കാണിക്കുന്ന സ്റ്റോറീസാണ്, ദാറ്റ്സ് വാട്ട് സോഷ്യൽ റിയലിസം. പിന്നെ റിയലിസം ചെറിയ ഡിഫറെൻ്റ് ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് റിലേറ്റഡ്, ഓക്കെ, കണക്റ്റഡ് ആണ്. ഈ നാച്ചുറലിസത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് സെപ്പറേറ്റ് ടോപ്പിക് ഈ ഒരു വീഡിയോക്കകത്ത് തന്നെ വരുന്നുണ്ട്, വിച്ച് വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. ഇപ്പോൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ നാച്ചുറലിസം ആളുകളെ പാർട്ട് ഓഫ് നേച്ചറായിട്ടാണ് കാണുന്നത്. ശരിക്കും ഡാർവിൻ്റെ എവല്യൂഷണറി തിയറിക്ക് അതിന് ശേഷമൊക്കെ പോപ്പുലർ ആയിട്ടുള്ള തിയറിയാണ് നാച്ചുറലിസം. ആളുകളെയൊക്കെ പാർട്ട് ഓഫ് നേച്ചറായിട്ട്, മനുഷ്യന്മാരുടെ പ്രത്യേക ഒരു സ്പെഷ്യൽ ക്രീച്ചറൊന്നായിട്ട് കാണാതെ ഒരു പാർട്ട് ഓഫ് നേച്ചറായിട്ട് കാണാം. അവരാക്കി മാറ്റുന്നത് ദേ ആർ ഷേപ്ഡ് ബൈ ദെയർ സറൗണ്ടിങ്സ്, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന, അങ്ങനെ ആ രീതിയിലൊക്കെയുള്ള ആശയങ്ങൾ വരുന്ന സ്റ്റോറീസാണ് നമ്മൾ ഈ നാച്ചുറലിസം അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്ന വാക്കുകൾ നോക്കുമ്പം പറയാൻ പറ്റാം. പിന്നെ മാജിക്കൽ റിയലിസം, ദാറ്റ് ഇസ് ആൾസോ കണക്റ്റഡ് ടു റിയലിസം. മാജിക്കൽ റിയലിസത്തിൽ വരുന്ന സമയത്ത് മാജിക്കും അതുപോലെ റിയാലിറ്റിയും രണ്ടുമാണ് മിക്സ് ചെയ്ത് തരുന്ന കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആണ്. റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനം ഉണ്ടാവും, അതേസമയം തന്നെ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള അത്തരം എലമെൻറ്റും ഉണ്ടാവും. അത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. ദെൻ വാട്ട് മേക്സ് റിയലിസം സ്പെഷ്യൽ? സോ റിയലിസം എല്ലാ സമയത്തും സ്പെഷ്യൽ ആകുന്നത് ഇറ്റ് അവോയ്ഡ്സ് ഫാൻറ്റസി ആൻഡ് മാജിക്. ഓക്കെ, അനാവശ്യമായിട്ടുള്ള നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ആളുകൾ കാണാനൊക്കെ രസമായിരിക്കും, വായിക്കാനൊക്കെ രസമായിരിക്കും, പക്ഷേ അത്തരം അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫായിട്ട് യാതൊരു കണക്ഷൻ ഇല്ലാത്ത കാര്യങ്ങൾ ദേ വിൽ ബി അവോയ്ഡിങ് ഇൻ ദെയർ റൈറ്റിംഗ്. ആൻഡ് ഇറ്റ് ഫോക്കസസ് ഓൺ ദ റിയൽ വേൾഡ് ആൻഡ് വിത്ത് ഓൾ ഇറ്റ്സ് പ്രോബ്ലംസ് ആൻഡ് ബ്യൂട്ടി. ഓക്കെ, ആ ഒരു റിയൽ വേൾഡിനെ അതേ രീതിയിൽ തന്നെ അവർ ഡെപ്പിക്റ്റ് ചെയ്യും, അതിനകത്തുള്ള പ്രശ്നങ്ങൾ അതേപോലെ തന്നെ നിലനിർത്തും, ബ്യൂട്ടി ആണെങ്കിലും അതേപോലെ നിലനിർത്തും. ഇറ്റ് ഷോസ് ഓർഡിനറി പീപ്പിൾ, എവറി ഡേ ലൈഫ് ആൻഡ് ട്രൂ ഫീലിങ്സ്. Okay, realist stories help us understand ourselves and others better by showing us how life really is. അപ്പോൾ ലൈഫിനെ how life really is അതേപോലെ തന്നെ കാണിക്കുകയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറീസ്, ഡെഫിനറ്റ്ലി. കാരണം നമ്മുടെ ലൈഫിൽ നടക്കുന്ന അതേപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സ്റ്റോറീസിൽ നടക്കുന്നത്. സോ ഇറ്റ് വിൽ ഹെൽപ്പ് us understand the life and the world better. ഓക്കെ, അത്രയാണ് റിയലിസത്തെ കുറിച്ച് പറയാനുള്ളത്. നാച്ചുറലിസം ക്ലോസ്ലി റിലേറ്റഡ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു, നമുക്ക് നോക്കാം. നാച്ചുറലിസം ഇൻ ലിറ്ററേച്ചർ ഇസ് എ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ദാറ്റ് ഷോസ് ലൈഫ് റിയലിസ്റ്റിക്കലി, ഓഫൺ ഫോക്കസിങ് ഓൺ ഹൗ എൻവിയോൺമെൻറ്റ്, ഹെറിഡിറ്റി ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ഷേപ്പ് പീപ്പിൾസ് ബിഹേവിയർ. അപ്പോൾ ഇതും റിയലിസ്റ്റിക്കലി ഡെപ്പിക്റ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് റൈറ്റിംഗ് തന്നെയാണ് നാച്ചുറലിസവും. ഓക്കെ, റിയലിസം ഇങ്ങനെ തന്നെയാണല്ലോ റിയലിസ്റ്റിക്കലി. പക്ഷേ ഇതിനെ ഡിഫറെൻ്റ് ആക്കുന്നത് ഇവരുടെ ഫോക്കസിങ് ആണ്. സോ വാട്ട് ദേ ആർ ഫോക്കസിങ് ഓൺ ഹൗ എൻവിയോൺമെൻറ്റ്, ഓക്കെ, നമ്മുടെ ചുറ്റുപാടുകൾ, ആൻഡ് ഹെറിഡിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യം കാര്യങ്ങളൊക്കെ, ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ്, നമ്മുടെ ചുറ്റുപാടൊക്കെ തന്നെ സോഷ്യൽ കണ്ടീഷൻ, നമ്മുടെ ഇവിടെയുള്ള സാമൂഹിക സാഹചര്യം നമുക്ക് പറയാം, ഷേപ്പ് പീപ്പിൾസ് ബിഹേവിയർ, ഇതെല്ലാം നമ്മുടെ ആളുകളുടെ ബിഹേവിയറിനെ എങ്ങനെ സ്വാധീനിക്കുന്നു, അത്തരം കാര്യങ്ങൾ ആ ഒരു പേഴ്സ്പെക്റ്റീവ്, ആ രീതിയിൽ നമ്മൾ സ്റ്റോറീസ് എഴുതുക. ഓക്കെ, ഭയങ്കരമായിട്ട് റൊമാൻറ്റിസൈസൊന്നും ചെയ്യില്ല, കാര്യങ്ങൾ അതേപോലെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ഡെപ്പിക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എങ്ങനെയായിരിക്കും, ഓരോ മനുഷ്യന്മാരെയും പ്രത്യേക രീതിയിലാക്കുന്നതിന് തീർച്ചയായിട്ടും അവർ മാത്രമല്ല അവരെ പ്രത്യേക രീതിയിലാക്കുന്ന അവരുടെ എൻവിയോൺമെൻറ്റും അവരുടെ ആ ഒരു പാരമ്പര്യവും അവരുടെ ആ ഒരു സാമൂഹിക സാഹചര്യം ഇതെല്ലാം ചേർന്നിട്ടാണ് ഓരോ മനുഷ്യനെയും ഓരോ രീതിയിലാക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന കൈൻഡ് ഓഫ് റൈറ്റേഴ്സ് ആയിരുന്നു ഈ നാച്ചുറലിസ്റ്റ് റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് യൂഷ്വലി പ്രസൻറ്റ്സ് ലൈഫ് ആസ് ഹാഷ് or
അൺകൺട്രോളബിൾ വിത്ത് ക്യാരക്ടേഴ്സ് ഹു സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ഫോഴ്സസ് ബിയോണ്ട് ദെയർ കൺട്രോൾ. അപ്പം കുറച്ചും കൂടിയും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള കൈൻഡ് ഓഫ് റൈറ്റിംഗും നല്ല ഈ ഒരു നാച്ചുറലിസ്റ്റ് റൈറ്റേഴ്സിൻ്റെ എഴുത്തുകളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റാം. അവർ പലപ്പോഴും ലൈഫിൻ്റെ ഒരു ബ്ലീക്കായിട്ടുള്ള പിക്ചറാണ് കാണിക്കാറുള്ളത് അവരുടെ എഴുത്തിൽ. കുറച്ച് ഹാഷ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹാഷ് റിയാലിറ്റീസ് ആയിരിക്കും പലപ്പോഴും അവർ കാണിക്കുന്നത്. ലൈഫിൽ ഒരുപാട് സാഹചര്യങ്ങൾ കൊണ്ട് സ്ട്രഗിൾ ചെയ്യാൻ വിധിക്കപ്പെട്ട ആളുകളുടെയൊക്കെ ലൈഫായിരിക്കും ഇവരുടെ എഴുത്തിൽ കാണാൻ പറ്റാം. ഇത് ഫ്രാൻസിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇത് പോപ്പുലറൈസ് ചെയ്തത് എമിലി സോള എന്ന് പറയുന്ന റൈറ്ററാണ്, ഫ്രഞ്ച് റൈറ്ററാണ്. ഓക്കെ, ദെൻ what is it about? Okay, naturalist writers believed that people are shaped by their surroundings, പറഞ്ഞു ഓൾറെഡി, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആൻഡ് സൊസൈറ്റി, നോട്ട് ജസ്റ്റ് ബൈ ദെയർ ഓൺ ചോയ്സസ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അവരുടെ ചോയ്സെല്ലാം അവരാക്കി മാറ്റുന്നത് സറൗണ്ടിങ്സും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും സൊസൈറ്റിയിലാണ്. ഇറ്റ് വാസ് ഇൻസ്പയർഡ് ബൈ സയൻസ്. അപ്പോൾ ഇതിന് സയൻസിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് ഈ നാച്ചുറലിസത്തിന്. കുറച്ചും കൂടി റിയലിസത്തേക്കാളും കുറച്ചും കൂടി സയൻറ്റിഫിക് ആണ് ഏത് നാച്ചുറലിസം എന്ന് പറയാൻ പറ്റും. കാരണം ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഡാർവിൻ്റെയൊക്കെ തിയറിയാണ്, ഇവല്യൂഷൻ പോലെയുള്ള തിയറികളാണ്. ഇവല്യൂഷൻ സയൻസ് അല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാകും, അത് വേറെ കാര്യം. ബട്ട് നമ്മുടെ അത് സയൻസ് അതിനെ സയൻസായിട്ട് കാണുന്നുണ്ട് എവല്യൂഷനെ. അതുകൊണ്ട് അത് സയൻസ് അല്ല നമുക്കൊന്നും വാദിക്കാൻ പറ്റില്ല, കാരണം ഇതെല്ലാം തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവല്യൂഷൻ ഇവരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മനുഷ്യന്മാരെ നമ്മളെ ഓരോ ആളുകളെയും ഓരോ രീതിയിലാക്കുന്നതിൽ അവരുടെ ഹെറിഡിറ്റിക്കൊക്കെ പ്രാധാന്യം ഉണ്ടെന്ന് പറയുന്നത്. നമ്മുടെ ജെനറ്റിക്കലായിട്ടൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുമെന്ന് നമുക്കറിയാലോ. അപ്പോൾ അതെല്ലാം നമ്മളുടെ ക്യാരക്ടറിനെയും നമ്മളാക്കുന്നതിലേക്ക് സ്വാധീനിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട്. അപ്പം ആ രീതിയിലേ നമുക്ക് മനുഷ്യന്മാരെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ മനുഷ്യന്മാരെ കണ്ടുകൊണ്ട് എഴുതുന്ന എഴുത്താണ് നാച്ചുറലിസം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അതുപോലെ പ്രകൃതി, ഈ നേച്ചർ, നമ്മുടെ ചുറ്റുപാടൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ഇവോൾവ് ആവുന്നുണ്ട്. ഒക്കെ നമുക്കറിയാം, നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ പല രീതിയിലായി മാറുന്നുണ്ട്. ഇതെല്ലാം എവല്യൂഷൻ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ ദേ ട്രൈ ടു റൈറ്റ് ലൈക്ക് സയൻറ്റിസ്റ്റ്. ഓക്കെ, സയൻറ്റിസ്റ്റുകളെ പോലെ എഴുതാൻ ശ്രമിക്കുന്ന എഴുത്തുകാരായിരുന്നു ഇവരുന്ന. ഭയങ്കര കെയർഫുള്ളി, ക്ലിയർലി, മാക്സിമം ട്രൂത്ത്ഫുള്ളി എഴുതാൻ ശ്രമിച്ച കൈൻഡ് ഓഫ് റൈറ്റേഴ്സ് ആയിരുന്നു നാച്ചുറലിസ്റ്റ് റൈറ്റേഴ്സ്. വാട്ട് ഡു നാച്ചുറലിസ്റ്റ് സ്റ്റോറീസ് ഷോ? എന്തായിരുന്നു അവരുടെ സ്റ്റോറീസിൽ അവർ കാണിച്ചത്, ഷോ ചെയ്തത്? പീപ്പിൾ സ്ട്രഗ്ലിംഗ് വിത്ത് പോവർട്ടി, ഇൽനെസ്, ക്രൈം ആൻഡ് പ്രെജുഡിസ്. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. പോവർട്ടി, ഇൽനെസ്, ക്രൈം, മറ്റേതെങ്കിലും പ്രെജുഡീസൊക്കെയുള്ള ആളുകൾ, അവരുടെ സ്ട്രഗിൾസൊക്കെ ആയിരുന്നു എഴുത്തിലൂടെ കാണിച്ചത്. ആൻഡ് പിന്നെ എ ലോട്ട് ഓഫ് ദീസ് സ്റ്റോറീസ് ഫീൽ സാഡ് ഓർ ഹോപ്പ്ലെസ് ബട്ട് ദേ ഷോ റിയൽ പ്രോബ്ലംസ് ഇൻ ദ വേൾഡ്. ഓക്കെ, എപ്പോഴും പല സ്റ്റോറീസും ഭയങ്കരം നമ്മളെ എന്താ പറയുക, സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നായിരുന്നില്ല. ഇപ്പോൾ നമ്മളെ സാഡാക്കുന്നതൊക്കെ ഉള്ള എഴുത്തുകളായിരുന്നു ഇവർ എഴുതിയിരുന്നത്. ദ ഗോൾ വാസ് ടു ഹെൽപ്പ് റീഡേഴ്സ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് കെയർ അബൌട്ട് ദീസ് പ്രോബ്ലംസ്. ഓക്കെ, അതിൻ്റെ ഗോൾ എന്താ? ആളുകളെ ഈ പ്രശ്നത്തെക്കുറിച്ചിട്ട് അവെയറാക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ, രണ്ട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് ഈ നാച്ചുറലിസത്തിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്ന സ്റ്റോറീസ്. ഒന്ന് എമിലി സോള, നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാൻ പറ്റുന്ന ഒരു റൈറ്ററാണ് എമിലി സോള. അവരുടെ ഒരു വർക്ക് തന്നെയാണ് എക്സാമ്പിൾ ജേർമിനൽ എന്ന് പറയുന്നത്. ദിസ് നോവൽ ഷോസ് ദ ഹാർഡ് ലൈഫ് ഓഫ് കോൾ മൈനേഴ്സിൻ്റെ ഒരു ലൈഫ് കാണിക്കുന്ന ഒരു വർക്കാണ് ഇൻ ഫ്രാൻസ്. ആൻഡ് ഹൗ പോവർട്ടി, വർക്കിംഗ് കണ്ടീഷൻ, സോഷ്യൽ ഫോഴ്സസ് അഫക്റ്റ് ദെയർ ലൈഫ്സ് ആൻഡ് ഡിസിഷൻസ്. ഓക്കെ, ഇതൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. ഓപ്പൺ ബോട്ട് എന്ന് പറയുന്ന സ്റ്റീഫൻ ക്രെയിൻ്റെ ഒരു വർക്കാണ്. ഇറ്റ്സ് ഓൾസോ ബേസ്ഡ് ഓൺ എ റിയൽ ഇവൻറ്റ്, ദാറ്റ്സ് എ ഷിപ്പ്റെക്ക്. ദി സ്റ്റോറി ഷോസ് മെൻ സ്ട്രഗ്ലിംഗ് ടു സർവൈവ് അറ്റ് സീ, ഹൈലൈറ്റിംഗ് ഹൗ നേച്ചർ ഈസ് പവർഫുൾ ആൻഡ് ഇൻഡിഫറൻറ്റ് ടു ഹ്യൂമൻ സഫറിങ്സ്. ഓക്കെ, പ്രകൃതി എങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യുന്നത്, ഭയങ്കര സഫറിങ്സ് നിറഞ്ഞ ലൈഫാക്കി മാറ്റുന്നത് എന്നൊക്കെ കാണിക്കുന്ന ഒരു റൈറ്റിംഗ്. ഈ സീയിലൊക്കെ പോകുന്ന ആളുകളുടെ ഒരു ഹാർഷ് റിയാലിറ്റി കാണിക്കുന്ന ഒരു വർക്കാണ്. ഇനി ഇത് ശരിക്കും റിയലിസമായിട്ട് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആകുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ റിയലിസത്തിലേക്ക് വരുന്ന സമയത്ത് റിയൽ ലൈഫ് തന്നെയാണ് കാണിക്കുന്നത്. നാച്ചുറലിസം വരുമ്പോഴും അവിടും റിയൽ ലൈഫ് തന്നെയാണ്, ബട്ട് ഹാർഷ് സൈഡായിരിക്കും പലപ്പോഴും അവർ കാണിക്കുക.
harsh side of life. പിന്നെ റിയലിസം, ക്യാരക്ടേഴ്സ് റിയാക്ട്സ് ടു ഈവൻറ്റ്. എന്നാൽ ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഔട്ട്സൈഡ് ഫോഴ്സസ് എന്ന്. ഇപ്പം ഈ ഒരു ഈവൻറ്റ് നടക്കുമ്പോൾ ആ ഈവൻറ്റിന് ക്യാരക്ടേഴ്സ് റിയാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും റിയലിസത്തിൽ കാണിക്കുന്നത് വെച്ചെങ്കിൽ, ഇവിടെ ഈ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ഔട്ട്സൈഡ് ഫോഴ്സ് ആയിരിക്കും. ലൈക്ക് പ്രകൃതിയും അവരുടെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ രീതിയിൽ ഡെപ്പിക്റ്റ് ചെയ്യുന്നതായിരിക്കും നാച്ചുറലിസത്ത് വരുമ്പോൾ. റിയലിസം കുറച്ചും കൂടി കാര്യങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫോക്കസ് ചെയ്യും. ബട്ട് നാച്ചുറലിസം ഒന്നും കൂടി കൃത്യമായിട്ട് കുറച്ചും കൂടി ക്രിസ്പായിട്ടായിരിക്കും കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ഓൺ വാട്ട് ലൈഫ്, വൈ ലൈഫ് ഈസ് ഹാർഡ്. ഓക്കെ. ആൻഡ് ഫേമസ് നാച്ചുറലിസ്റ്റ് റൈറ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് എമിലി സോള ഓൾറെഡി പറഞ്ഞതാണ്. ദെൻ ജോൺ, അമേരിക്കയിൽ വരുമ്പോൾ ജോൺ സ്റ്റെയിൻബെക്ക്. ജാക്ക് ലണ്ടൻ. ഇൻ ഇംഗ്ലണ്ട് വി ഹാവ് ജോർജ് ഗിസ്സിങ്. Okay, these are some of the writers who belong to this movement, naturalism. Next we will discuss symbolism. Symbolism also is a style of writing that began in France. അതും 19ാം നൂറ്റാണ്ടിൽ വന്ന ഒരു മൂവ്മെൻ്റ് ആണ്. And instead of saying things directly, symbolist writers use images and symbols to express feelings and ideas. Okay, as the name suggests, ഈ symbolist writers rather, അവരുടെ എഴുത്തിൽ കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് പറയാതെ ഇമേജുകളും സിമ്പിൾസൊക്കെ വെച്ചിട്ട് ആയിരിക്കും പറയുന്നത്. ഓക്കെ. ആൻഡ് വാട്ട് ഈസ് എ സിമ്പിൾ? എ സിമ്പിൾ ഈസ് സംതിങ് സിമ്പിൾ ദാറ്റ് സ്റ്റാൻഡ്സ് ഫോർ സംതിങ് ബിഗ്ഗർ. ഓക്കെ. കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ ഉപയോഗിക്കുക. ഓക്കെ. സിമ്പിൾ ഈസ് സംതിങ് സിമ്പിൾ എന്നാണ് പറയുന്നത്. അത് സ്റ്റാൻഡ്സ് ഫോർ സംതിങ് ബിഗ്ഗർ. അത് ബിഗ്ഗറായിട്ടുള്ള വേറെ എന്തോ ഒരു ഐഡിയ റെപ്രസെൻ്റ് ചെയ്യും. ഓക്കെ. സിമ്പിളൈസ് ചെയ്യും. അതിനെയാണ് സിമ്പിൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സണ്ണ് സിമ്പിളായിട്ട് ലിറ്ററേച്ചറിലൊക്കെ വരുന്നതാണ്. അത് ഹോപ്പിനെയും ഹാപ്പിനെസ്സിനെയും ഒക്കെ കാണിക്കുന്നതാണ്. മൂണ് മിസ്റ്ററിയെ, ഡ്രീമിനെയും കാണിക്കുന്നതാണ്. ഓഷ്യൻ കടൽ വരുന്ന സമയത്ത് ഫ്രീഡം, അതേപോലെ തന്നെ ഡേഞ്ചറിനെയും കാണിക്കാറുണ്ട്. ആൻഡ് റൈറ്റേഴ്സ് യൂസ്ഡ് സിമ്പിൾസ് ടു മേക്ക് ദെയർ സ്റ്റോറീസ് മോർ ബ്യൂട്ടിഫുൾ, ഇമോഷണൽ ആൻഡ് ഡീപ്പ്. ഒക്കെ നമ്മൾ എഴുത്തുകൾ ഒന്നും കൂടിയും ബ്യൂട്ടിഫുൾ ആക്കാനും ആളുകളെ കുറച്ചും കൂടി ഡീപ്പായിട്ട് ആളുകളിലേക്ക് അത് എത്തിക്കാനും ഇമോഷണലി അവരെ സ്വാധീനിക്കാനൊക്കെയാണ് റൈറ്റേഴ്സ് സിമ്പിൾസ് സാധാരണ യൂസ് ചെയ്യുന്നത്. വാട്ട് ഡിഡ് സിംബോളിസ്റ്റ് റൈറ്റേഴ്സ് വാണ്ട്? ഓക്കെ. ഇവരുടെ പ്രധാന ലക്ഷ്യം എന്താ? ഓക്കെ. ദേ ഡിഡിൻ വാണ്ട് ടു ഡിസ്ക്രൈബ് തിങ്സ് പ്ലെയിൻലി. സാധാരണ എന്തായാലും കാര്യങ്ങളെ വളരെ ഓപ്പൺ ആൻഡ് പ്ലെയിനായിട്ട് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ദേ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ഓക്കെ. ദേ വാണ്ടഡ് റീഡേഴ്സ് ടു ഫീൽ ഇമോഷൻസ് ആൻഡ് തിങ്ക് അബൌട്ട് മീനിങ്സ് ഹിഡൺ ഇൻ വേർഡ്സ്. അപ്പോൾ കുറച്ചും കൂടി ആളുകളെ ഇമോഷനെ സ്വാധീനിക്കണം. ഈ കാര്യങ്ങൾ മീനിങ്സ് അവരെന്നെ കണ്ടെത്തണം. ഒരു ഹിഡൺ ആയിട്ട് വേർഡ്സിനകത്ത് കിടക്കുന്ന ഹിഡൺ ആയിട്ടുള്ള മീനിങ്സ് അവരെന്നെ വർക്കൗട്ട് ചെയ്ത് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് കുറച്ചും കൂടി അവരത് സ്വാധീനിക്കുമെന്നാണ് ഇത്തരം എഴുത്തുകാർ വിശ്വസിക്കുന്നത്. ഒരു എക്സാമ്പിൾ കൂടെ നോക്കൂ. ഇപ്പോൾ നിങ്ങൾ സിംബോളിക്കായിട്ട് എങ്ങനെ എഴുതാമെന്നുള്ളതിൻ്റെ എക്സാമ്പിൾ നോക്കൂ. ഇപ്പോൾ ഒരു ഡയറക്റ്റായിട്ട് ഒരാൾ എഴുതാണ് ഇങ്ങനെ ഈ ഒരു കാര്യത്തെ എങ്ങനെ എഴുതാൻ പറ്റും? ഹി വാസ് അഫ്രൈഡ് ഓഫ് ഡെത്ത്. അവൻ മരണത്തെക്കുറിച്ച് അവൻ പേടിയുണ്ടായിരുന്നു. വളരെ ഡയറക്റ്റായിട്ട്. ഇതേ സാധനം ഒരു സിംബോളിക്കായിട്ടൊരു സിംബോളിസ്റ്റ് റൈറ്റർ പറയുകയാണെങ്കിൽ എഴുതാൻ എങ്ങനെയായിരിക്കും? എ ഡാർക്ക് ബേർഡ് സർക്കിൾഡ് അബവ് ഹിസ് ഹെഡ് ആൻഡ് ദ വിൻഡ് വിസ്പേർഡ് സീക്രറ്റ്സ് ഹി ഡിഡിൻ വാണ്ട് ടു ഹിയർ. ഇപ്പം അദ്ദേഹം മരണത്തെക്കുറിച്ച് അദ്ദേഹം പേടിച്ചു എന്ന് പറയുന്നതിന് ഡയറക്റ്റായിട്ട് പറയുന്നതിന് പകരം ഒന്നും കൂടി അതൊരു വളച്ച് ഒടിച്ച് ഒരു എക്സാജറേറ്റ് ചെയ്ത് അത് ഡയറക്റ്റ് പറയാതെ എന്നാൽ അതിനകത്ത് ഇങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട് എന്ന് നമ്മൾ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു എഴുത്താണത്. ഒരു ഡാർക്ക് ബേർഡ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഡെത്തിനെയൊക്കെ സിംബലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതാണ് സിംബോളിക്കായിട്ട് അല്ലെങ്കിൽ സിംബോളിസ്റ്റ് റൈറ്റിംഗ് സ്റ്റൈൽ. ഓക്കെ. Then some symbolist poets and writers. In France we have Charles Baudelaire and Arthur Rimbaud, then Paul Verlaine, and in England you have W.B. Yeats, T.S. Eliot and James Joyce. Okay. And കുറച്ച് സിമ്പിൾസ് കുറച്ച് ടൈപ്പുകളുണ്ട്. അപ്പം ആ ടൈപ്സും കൂടെ നോക്കാം. യൂണിവേഴ്സൽ ആയിട്ടുള്ള സിമ്പിൾസ് ഉണ്ട്, അതൊരു ടൈപ്പാണ്.
ഓക്കെ, യൂണിവേഴ്സൽ സ്റ്റാർ, അതൊക്കെ ഇത് ഒരു യൂണിവേഴ്സൽ സിമ്പിളിൻ്റെ എക്സാമ്പിളാണ്. സ്റ്റാർ ഒരു ഗൈഡൻസിനൊക്കെ കാണിക്കുന്ന ഒരു സിമ്പിളാണ്. അപ്പം പിന്നെ ഡാർക്ക്നെസ് ഒക്കെ ഒരു യൂണിവേഴ്സൽ സിമ്പിളായിട്ട് നമുക്ക് പറയാം. ഡാർക്ക്നെസ് ഒക്കെ ഫിയറിനെയൊക്കെ കാണിക്കുന്നതാണല്ലോ. പിന്നെ എന്താ പറയുക, ലോക്കൽ സിമ്പിൾസ് ഉണ്ട്, യൂണിവേഴ്സൽ സിമ്പിൾസ് ഉണ്ട്, ലോക്കൽ സിമ്പിൾസ്. അത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ലാൻറ്റേൺ അത് ഒരു ചില കൾച്ചേഴ്സിൽ മാത്രമായിരിക്കും അതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ, എല്ലാവർക്കും അതിൻ്റെ അർത്ഥം മനസ്സിലായിക്കൊള്ളുന്നില്ല. സെലിബ്രേഷനൊക്കെ കാണിക്കുന്ന ഒരു സിമ്പിളാണ് ലാൻറ്റേൺ. എല്ലാ കൾച്ചറിലും അത് ആപ്ലിക്കബിൾ ആയിക്കൊള്ളണം എന്നില്ല. പിന്നെ പബ്ലിക് സിമ്പിൾസ് ഉണ്ട്, ഇത് ഏറെക്കുറെ എല്ലായിടത്തും മനസ്സിലാവും. ഒരു യൂണിവേഴ്സലിൻ്റെ അത്ര പോയിട്ടില്ല, എന്നാൽ ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് അത് എന്തായാലും മനസ്സിലാവും. അത്തരം സിമ്പിൾസാണ് പബ്ലിക് സിമ്പിൾസ് എന്ന് പറയുന്നത്. പ്രാവ സമാധാനത്തിൻ്റെ സിമ്പിളെന്നൊക്കെ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല. അതേപോലെ ഇത് കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള സിമ്പിളുണ്ട്, പ്രൈവറ്റ് സിമ്പിൾസ്. ഓക്കെ, ഇറ്റ്സ് എ സ്പെഷ്യൽ ഒബ്ജക്റ്റ് ദാറ്റ് മീൻസ് സംതിങ് ഓൺലി ഇൻ വൺ സ്റ്റോറി. ഒരു പെർട്ടിക്കുലർ സ്റ്റോറിയിൽ മാത്രമൊക്കെ ആയിരിക്കും അത് ആ ഒരു സാധനം ഒരു എന്തെങ്കിലും ഒരു കാര്യത്തെ സിമ്പിളൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതൊരു യൂണിവേഴ്സലി ആളുകൾ അങ്ങനെ ആ ഒരു പ്രത്യേക ഒരു ഒബ്ജക്റ്റിനെ എന്തിൻ്റെ ഒരു സിമ്പിളായിട്ടൊന്നും കാണൂല. ഏതെങ്കിലും ഒരു പബ്ലിക് ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയും കാണില്ല, പക്ഷേ ഒരു പ്രത്യേക ഒരു കഥക്കകത്ത് മാത്രം ഒരു റൈറ്റർ ആ ഒരു ഒബ്ജക്റ്റിനെ എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഉപയോഗിക്കുന്ന സിമ്പിളാണ് പ്രൈവറ്റ് സിമ്പിൾസ് എന്ന് പറയുന്നത്. ഇതാണ് ടൈപ്സ് ഓഫ് സിമ്പിൾസ്. ഓക്കെ, ഇത്രയാണ് നമ്മളെ മൂവ്മെൻറ്റിൽ നമുക്ക് പറയാനുള്ളത്. ആൻഡ് താങ്ക് യു ഫോർ ലിസണിങ്. ഓക്കെ, ബൈ.